അരയന്നപ്പൊയ്ക. അങ്ങനെയിരിക്കെ ഒരു നാൾ ടോട്ടോച്ചാൻ അച്ഛനോടൊപ്പം ഹിബിയ ഹാളിലെ ബാലെ നൃത്തം കാണാൻ പോയി. അരയന്നപ്പൊയ്ക എന്ന ആ നൃത്തശില്പം ഒരു ഒന്നാംകിട സംഘത്തിൻ്റേതായിരുന്നു. പശ്ചാത്തലത്തിൽ വയലിൻ സോളോ വായിച്ചത് അച്ഛനാണ്. അന്ന് അവൾ ബാലെ ആദ്യമായി കാണുകയായിരുന്നു. വെട്ടിത്തിളങ്ങുന്ന കിരീടമണിഞ്ഞ് വായുവിലൂടെ അനായാസം തെന്നി നീങ്ങുന്ന അരയന്ന റാണി അഴകുറ്റ ഒരു യഥാർത്ഥ അരയന്നമെന്ന് തന്നെ ടോട്ടോച്ചാന് തോന്നി. ആ അരയന്ന സുന്ദരിയുമായി അനുരാഗത്തിലായ രാജകുമാരൻ മറ്റുള്ള അരയന്നങ്ങളെയെല്ലാം തിരസ്കരിച്ച് അവളെ സ്നേഹിച്ചു. ഒടുവിൽ അവരിരുവരും ചേർന്ന് പ്രേമപൂർവ്വം നൃത്തം ചെയ്യുന്നതോടെയാണ് കഥ അവസാനിക്കുന്നത്. ശില്പം മാത്രമല്ല, സംഗീതവും ടോട്ടോച്ചാന് ഒരുപാട് ഇഷ്ടമായി. വീട്ടിലെത്തിയ ശേഷവും അവളുടെ മനസ്സ് നിറയെ അരയന്നപ്പൊയ്കയായിരുന്നു. പിറ്റേന്ന് ഉറക്കമുണർന്ന ഉടനെ മുടി പോലും ചീകിയൊതുക്കാതെ അവൾ അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മയുടെ അടുക്കലെത്തി. ഞാനേ ചാരപ്പണിക്കും പോണില്ല, തെരുവിൽ പാട്ടുപാടാനും പോണില്ല, ടിക്കറ്റ് വിൽക്കാനും പോണില്ല, അവൾ പറഞ്ഞു. ബാലെ പഠിച്ച് അരയന്നപ്പൊയ്കയിൽ ചേരാൻ പോവാം. ഉവ്വ് അമ്മ അത്ഭുതമൊന്നും പ്രകടിപ്പിച്ചില്ല. ബാലെ കാണുന്നത് ആദ്യമായിട്ടായിരുന്നെങ്കിലും മനോഹരമായി നൃത്തം ചെയ്യുന്ന ഇസഡോറ ഡങ്കൻ എന്ന അമേരിക്കക്കാരിയെക്കുറിച്ച് ടോട്ടോച്ചാൻ കോബയാഷി മാസ്റ്ററിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുണ്ട്. മാസ്റ്ററെ പോലെ ഇസഡോറ ഡങ്കനും ഡാൽക്രോസിൻ്റെ രീതികളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. തൻ്റെ ആരാധനാപാത്രമായ മാസ്റ്റർക്ക് ഇഷ്ടമായിരുന്നതുകൊണ്ട് ഇസഡോറ ഡങ്കനെ അവളും ഇഷ്ടപ്പെട്ടു. അവരുടെ നൃത്തം അവൾ കണ്ടിട്ടില്ല, പക്ഷേ തനിക്കവരെ നന്നായി അറിയാമെന്ന മട്ടായിരുന്നു ടോട്ടോച്ചാൻ്റേത്. അങ്ങനെ ഒരു നർത്തകിയാവുകയാണ് ഏറ്റവും മഹത്തായ കാര്യമെന്ന് അവൾ തീരുമാനിച്ചു. ടോമോയിൽ യൂറിത്മിക്സ് പഠിപ്പിക്കാൻ വരാറുള്ള മാസ്റ്ററുടെ ഒരു സുഹൃത്ത് അടുത്തൊരിടത്ത് നൃത്ത പരിശീലന കേന്ദ്രം നടത്തുന്നുണ്ട്. അമ്മ അവിടെ സ്കൂൾ സമയം കഴിഞ്ഞ് ടോട്ടോച്ചാനെ നൃത്തം പഠിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. അത് ചെയ്തോട്ടോ ഇത് ചെയ്തോട്ടോ എന്നൊന്നും അമ്മ അവളെ നിർബന്ധിക്കാറില്ല. അവൾ എന്തിലെങ്കിലും സ്വമേധയാ താല്പര്യം കാട്ടിയാൽ അവർ അനുവാദം കൊടുക്കും. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അവർ തന്നെ മുൻകൈയെടുത്ത് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് പതിവ്. അരയന്നപ്പൊയ്കയിൽ തനിക്ക് ആടാനാവുന്ന ദിനം കിനാവ് കണ്ട് കൊച്ചു ടോട്ടോ നൃത്തപാഠങ്ങൾ പരിശീലിക്കാൻ തുടങ്ങി. പക്ഷേ പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന് തൻ്റേതായ വ്യത്യസ്ത രീതികളുണ്ടായിരുന്നു. ടോമോയിലേതുപോലുള്ള യൂറിത്മിക്സ് പാഠങ്ങൾ കൂടാതെ പിയാനോ സംഗീതത്തിനും വായ്ത്താരികൾക്കൊപ്പം ചിട്ടയായി ചുവടുവെക്കേണ്ടതെങ്ങനെയെന്നും അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു. ചില പ്രസിദ്ധമായ ശീലുകൾ അദ്ദേഹം ആവർത്തിച്ചുപയോഗിക്കും. ഉദാഹരണത്തിന്, ഫ്യൂജി മല കയറുന്ന തീർത്ഥാടകർ ഉരുവിടാറുള്ള അഴലെല്ലാം കഴുകിയൻ മനം തെളിക്ക മാമലതൻ മേൽമുടിയിൽ മരുവുന്നോനെ എന്ന പ്രാർത്ഥനയും മറ്റും അദ്ദേഹം താളമിട്ട് പാടും. മാമലതൻ മേൽമുടിയിൽ മരുവുന്നോനെ. കുട്ടികൾ അതിനനുസരിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കെ പൊടും തന്നെ അദ്ദേഹം അലറും, പോസ്. അത് കേട്ടാലുടൻ കുട്ടികൾ സ്വാഭാവികമായും ഒരു ആകൃതി കൈക്കൊണ്ട് നിശ്ചലരായി നിന്നുകൊള്ളണം. ഒപ്പം അദ്ദേഹവും നിശ്ചല സ്ഥായിയിലാവും. ചിലപ്പോൾ സ്വർഗത്തിലേക്ക് കൺമിഴിച്ച് ആ ആ എന്ന ആർത്തനാദത്തോടെ, മറ്റു ചിലപ്പോൾ അകംഞെരിയും തൻ തല കൈകളാൽ താങ്ങിയിരിക്കുന്ന ഒരു ദുഃഖിതനെ പോലെ. അവൾക്കേതായാലും ഈ മാമലതൻ മേൽമുടിയിൽ മരുവുന്നോനെയും സ്വർഗത്തിലേക്ക് കൺമിഴിച്ചുള്ള ആർത്തനാദവും ഒന്നും ഇഷ്ടമായില്ല. ടോട്ടോച്ചാൻ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടന്നത് മറ്റൊന്നായിരുന്നു. വെട്ടിത്തിളങ്ങുന്ന കിരീടവും ഞൊറികളുള്ള വെളുത്ത ഉടയാടകളും അണിഞ്ഞ അരയന്ന സുന്ദരി. അവളുടെ സ്വപ്നം നിറയെ ആ രൂപം മാത്രം. ഒരു ദിവസം ടോട്ടോച്ചാൻ ധൈര്യം അവലംബിച്ചുകൊണ്ട് നൃത്താധ്യാപകൻ്റെ സമീപം ചെന്നു നിന്നു. പുരുഷനാണെങ്കിലും അദ്ദേഹം തൻ്റെ ചുരുളൻ മുടി സ്ത്രീകളുടേതുപോലെ നെറ്റിയിലേക്ക് വെട്ടിയിറക്കിയിരുന്നു. കൈകൾ ഹംസത്തിൻ്റെ ചിറകുകൾ എന്ന മട്ടിൽ വിടർത്തി പിടിച്ച് മെല്ലെ ഇളക്കിക്കൊണ്ട് ടോട്ടോച്ചാൻ ചോദിച്ചു, ഇതുപോലെ ഒന്ന് എപ്പോഴേലും പഠിപ്പിക്കുമോ? വലിയ വട്ടക്കണ്ണുകളും വളഞ്ഞു പിരിഞ്ഞ മൂക്കുമുള്ള സുന്ദരനായ നൃത്താധ്യാപകൻ ഒരു മന്ദഹസ്തോടെ പറഞ്ഞു, ഇവിടെ നാം അത്തരം നൃത്തം പരിശീലിക്കില്ല. അതോടെ ടോട്ടോച്ചാൻ നൃത്ത പഠനം നിർത്തി. വാസ്തവത്തിൽ ബാലെ ഷൂ ധരിക്കാതെ വെറും കാലിൽ പറക്കുന്നതും നാടകീയമായി പോസുകൾ സ്വയം ആലോചിച്ചുണ്ടാക്കിയെടുക്കുന്നതും അവൾക്കിഷ്ടമായിരുന്നു. എന്നിരിക്കലും ആ മിന്നിത്തിളങ്ങുന്ന കുഞ്ഞു കിരീടം അവൾ ഒരുപാട് കൊതിച്ചു. അരയന്നപ്പൊയ്ക മനോഹരം തന്നെ, അധ്യാപകൻ പറഞ്ഞു. പക്ഷെ ടോട്ടോച്ചാൻ,
നിന്റെ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് നൃത്തം ചെയ്യാനുള്ള താല്പര്യം നിനക്കുണ്ടാക്കി തരാനാണ് എനിക്കിഷ്ടം. ആരായിരുന്നു ആ നൃത്താധ്യാപകനെന്ന് ഏറെക്കാലം കഴിയും മുമ്പ് തന്നെ ടോട്ടോചൻ മനസ്സിലാക്കി. ബക്കു ഇഷി, പ്രസിദ്ധനായ നൃത്താചാര്യൻ. ഫ്രീ ബാലെ ജപ്പാൻകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസക്തി. ആ പ്രദേശത്തിന് സ്വാതന്ത്ര്യത്തിൻ്റെ മലനിര എന്ന അർത്ഥത്തിൽ ജിയുഗോക്ക എന്ന പേര് നൽകിയതും ബക്കു ഇഷിയായിരുന്നു. എല്ലാറ്റിനുമുപരി അദ്ദേഹത്തിന് പ്രായം 50 വയസ്സ്. കൊച്ചു ടോട്ടോയെ സ്വതന്ത്രവും സ്വച്ഛവുമായി നൃത്തമാടുന്നതിലെ ആനന്ദമെന്തെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച ആ കാലത്ത്